KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാന്തപുരം ഉസ്താദിന്റെ റമളാൻ പ്രഭാഷണവും മർക്കസ് ആത്മീയ സമ്മേളനവും ബുധനാഴ്ച. ബദർ നൽകുന്ന പാഠം ആധ്യാത്മികതയും ആത്മധൈര്യവുമെന്ന് സി മുഹമ്മദ് ഫൈസി. റമളാൻ സ്പെഷ്യലിൽ ഇന്ന് റമളാനിലെ ഭക്ഷണരീതിയെക്കുറിച്ച് ഡോക്ടർ BM മൊഹ്സിൻ സംസാരിക്കും. ആണവ വിതരണ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ തള്ളി. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന്റെ പുറത്ത്. ഡേവിഡ് കാമറൺ രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബറിൽ പുതിയ പ്രധാനമന്ത്രി. ഡൽഹിയിലും ബ്രെക്സിറ്റ് മോഡൽ ഹിതപരിശോധന വേണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. മഞ്ചേശ്വരം മൽഹർ പ്രാർത്ഥനാ സമ്മേളനം നാളെ. സഅദിയ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം നാളെ നടക്കും. സോളാർ കേസ് പ്രതി സരിത എസ് നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടനുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. റമളാൻ 25-ാം രാവായ ജൂൺ 29 ബുധനാഴ്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ റമളാൻ പ്രഭാഷണവും മർക്കസ് ആത്മീയ സമ്മേളനവും കാരന്തൂർ മർക്കസിൽ നടക്കും. ളുഹുർ നിസ്കാരാനന്തരം ആരംഭിക്കുന്ന ഖുർആൻ പ്രഭാഷണം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. അബൂബക്കർ സഖാഫി വണ്ണക്കോട് നേതൃത്വം നൽകും. തുടർന്ന് റമളാൻ സന്ദേശ പ്രഭാഷണം, ബദർ മൌലിദ് പാരായണം, കവർ സ്വീകരിക്കൽ, ദിക്ർ മജ്ലിസ് എന്നിവ നടക്കും. മഗ്രിബ് നിസ്കാരാനന്തരം സമൂഹ നോമ്പുതുറ നടക്കും. രാത്രി 10 മണിക്ക് ആരംഭിക്കുന്ന ആത്മീയ സമ്മേളനത്തിന് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ നേതൃത്വം നൽകും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന തഹ്ലീൽ, തൗബ, സമാപന പ്രാർത്ഥനാ സംഗമത്തിൽ 10,000 സംബന്ധിക്കും. വിശുദ്ധ റമളാനിനോടനുബന്ധിച്ച് മർക്കസ് ഇഹ്റാം ആത്മസംസ്കരണം മനഃശാസ്ത്ര സമീപനത്തിലൂടെ എന്ന ശീർഷകത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. ഹൃദയത്തിലെ പകയും വിദ്വേഷവും മാറ്റിയെടുക്കാൻ ഉപകരിക്കുന്ന സ്പിരിച്വൽ ഹീലിംഗ് ക്ലാസിന് നേതൃത്വം നൽകുന്നത് അബ്ദുമാനുപുരമാണ്. ആത്മസംസ്കരണം ആഗ്രഹിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 26-ന് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് ശേഷം 1 വരെ സ്ത്രീകൾക്കും 1:30 മുതൽ 6:30 വരെ പുരുഷന്മാർക്കുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നോമ്പുതുറയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8891000177 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആത്മീയതയുടെ ബലത്തിൽ ബദറിൽ സമരം നയിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരരും വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ദൈവിക മാർഗത്തിൽ ഉറച്ചുനിന്നാൽ അന്തിമ വിജയം കിട്ടുമെന്നാണെന്ന് മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി. മർക്കസിലെ മസ്ജിദുൽ ഹാമിലിയിൽ സംഘടിപ്പിച്ച ബദർ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ ഉണ്ടാകുന്നത് സഹനത്തിന്റെ സർവ്വ അതിരുകളും അവസാനിച്ചപ്പോഴാണ്. ഇസ്ലാം മുന്നോട്ടുവെക്കുന്നത് ഐക്യവും യോജിപ്പുമാണ്. ഏറ്റവും വലിയ ജിഹാദായി പ്രവാചകൻ പഠിപ്പിച്ചത് സ്വന്തം മനസ്സിന്റെ മലിനമായ ആഗ്രഹങ്ങളെ പ്രതിരോധിക്കലാണ്. ബദറിനെ അനുസ്മരിക്കുമ്പോൾ പൈശാചികതയിൽ നിന്നും ആസക്തികളിൽ നിന്നും വിമോചിതമായി ആത്മീയമായി കരുത്തു നേടാൻ വിശ്വാസികൾ യത്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരം മൽഹർ നൂറിൽ ഇസ്ലാമി തഅലീമിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം വിശുദ്ധ റമളാൻ 21-ാം രാവായ നാളെ വൈകുന്നേരം മുതൽ മൽഹർ അൽ ബുഖാരി കോമ്പൌണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടക്കും. വൈകുന്നേരം 5 മണിക്ക് സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ മഖാം സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ആമുഖ ഉദ്ബോധനത്തിന് ശേഷം വിർദുൽ ലത്തീഫ് കൂട്ടമായി ചൊല്ലിത്തീർക്കും. ശേഷം സമൂഹ നോമ്പുതുറ നടക്കും. മഗ്രിബ് നിസ്കാരാനന്തരം സ്വലാത്തുൽ അവ്വാബീൻ, തസ്ബീഹ് നിസ്കാരം, പതിവ് സൂറത്തുകൾ എന്നിവയ്ക്ക് ശേഷം സമൂഹ പ്രാർത്ഥന തുടങ്ങിയവ നടക്കും. തറാവീഹിന് ശേഷം 1000 തഹ്ലീലോടുകൂടെ ഹദ്ദാദ് റാത്തീബ്, നാരിയത്ത് സ്വലാത്ത്, അസ്മാ ഉൽ ഹുസ്ന, തൗബ മജ്ലിസ്, സമാപന കൂട്ടുപ്രാർത്ഥന തുടങ്ങിയവ നടക്കും. സയ്യിദ് അതാഉല്ലാ തങ്ങൾ ഉദ്യാവരം, സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി, സയ്യിദ് സുഹൈൽ അസഖാഫ് മടക്കര, സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ ബാഹസൻ, സയ്യിദ് KSM തങ്ങൾ ഗാന്ധിനഗർ, സയ്യിദ് അലവി ജലാലുദ്ദീൻ അൽ ഹാദി, AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത്, അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, മുഹമ്മദ് സ്വാലിഹ് സൈദി തളിപ്പറമ്പ്, C അബ്ദുള്ള മുസ്ലിയാർ ഉപ്പള, ബായാർ അബ്ദുള്ള മുസ്ലിയാർ, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, KP ഹുസൈൻ സൈദി KC റോഡ്, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി,
AP മൊയ്തുസൈദി ചേരൂർ തുടങ്ങി പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. വിശുദ്ധ റമളാൻ 25-ാം രാവിൽ സഅദിയയിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം നാളെ രാവിലെ 10 മണിക്ക് സഅദിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. MP അബൂബക്കർ ഫൈസി നെക്രാജെ ക്ലാസിന് നേതൃത്വം നൽകും. ശേഷം ബനാത്ത് യത്തീംഖാന വിദ്യാർത്ഥിനികളുടെ കൂടെ പ്രത്യേക കൂട്ടുപ്രാർത്ഥനയും നടക്കും. അബ്ദുൽ ഹമീദ് മൗലവി സ്വാഗതം പറയും. ആണവ വിതരണ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ NSGയിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ തള്ളി. ആണവ നിർവ്യാപന കരാറിൽ അഥവാ NPTയിൽ ഒപ്പിടാത്ത രാജ്യങ്ങളെ പരിഗണിക്കേണ്ടതില്ലെന്ന് സോളിൽ ചേർന്ന NSGയുടെ പ്ലീനറി സമ്മേളനത്തിൽ തീരുമാനമെടുത്തു. ചൈന, ബ്രസീൽ, ഓസ്ട്രിയ, ന്യൂസിലാൻഡ് എന്നീ 4 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അപേക്ഷ പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നത്. ചൈനയുടെ എതിർപ്പ് മറികടക്കാൻ അവസാനവട്ട നീക്കമെന്ന നിലയ്ക്ക് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതും ഫലപ്രാപ്തിയിലെത്തിയില്ല. ആണവ നിർവ്യാപന കരാറിൽ ഇന്ത്യ ഒപ്പുവയ്ക്കാത്തതാണ് പ്രവേശനത്തിന് തടസ്സം. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി S. ജയശങ്കർ സോളിലെത്തി ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പിന്തുണ തേടി ഒട്ടേറെ സമ്മേളന പ്രതിനിധികളെ കണ്ടിരുന്നു. 48 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള 300 പേരാണ് പ്ലീനറിയിൽ പങ്കെടുത്തത്. മുഴുവൻ അംഗരാജ്യങ്ങളും പിന്തുണച്ചാലേ ഏതെങ്കിലും രാജ്യത്തിന് അംഗത്വം നൽകാനാകൂ. യൂറോപ്യൻ യൂണിയൻ വിടാൻ ബ്രിട്ടീഷ് ജനതയുടെ തീരുമാനം. ഇതിനായി നടത്തിയ ഹിതപരിശോധനയിൽ 52% വോട്ടർമാർ പിന്മാറാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചു. യൂണിയനിൽ നിലനിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് 48% പേർ. രാജ്യത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലോക നേതാക്കളുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയും ആഹ്വാനം തള്ളിക്കളഞ്ഞാണ് ബ്രിട്ടീഷ് ജനത യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള തീരുമാനം എടുത്തത്. രാജ്യത്തെ യൂണിയനിൽ നിലനിർത്താൻ പരമാവധി പരിശ്രമിച്ച പ്രധാനമന്ത്രി ഡേവിഡ് കാമറണിന് ഹിതപരിശോധനാ ഫലം കനത്ത തിരിച്ചടിയായി. കാമറണിന്റെ രാഷ്ട്രീയ ഭാവിയെയും യൂണിയന്റെ നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനമാണിത്. ജനങ്ങളുടെ ഈ തീരുമാനം 43 വർഷമായി യൂറോപ്പിലെ മറ്റു 27 രാജ്യങ്ങളുമായി ബ്രിട്ടൻ തുടർന്നുവന്ന രാഷ്ട്രീയ സാമ്പത്തിക സഖ്യത്തിന് അന്ത്യം കുറിക്കും. 2 വർഷം കൊണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. പിന്മാറൽ തീരുമാനത്തിന് മുൻതൂക്കം ലഭിച്ചപ്പോൾ തന്നെ ഡോളറുമായി പൌണ്ട് സ്റ്റെർലിംഗിന്റെ വിനിമയ നിരക്ക് 1985 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഇടിഞ്ഞു. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഈ തീരുമാനത്തിന്റെ കൂടുതൽ പ്രതിഫലനങ്ങൾ ദൃശ്യമാകും. 4.64 കോടി വോട്ടർമാരിൽ 71.8% പേരാണ് ഹിതപരിശോധനയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. വിദഗ്ധരുടെ പ്രവചനങ്ങളും സർവേ ഫലങ്ങളും തള്ളിക്കളഞ്ഞ് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ പിന്മാറൽ പക്ഷം മുന്നേറ്റം കുറിച്ചു. അനധികൃത കുടിയേറ്റത്തിനെതിരായ ശക്തമായ ജനവികാരമാണ് പിന്മാറൽ പക്ഷത്തിന് ഗുണകരമായത്. യൂണിയൻ വിടുന്നതുമൂലമുള്ള മറ്റ് തിരിച്ചടികളൊന്നും വോട്ടർമാർ കാര്യമാക്കിയില്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പുറത്തായതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബറിൽ പുതിയ പ്രധാനമന്ത്രി വരുമെന്ന് കാമറൺ പറഞ്ഞു. ബ്രിട്ടന് പുതിയ നേതൃത്വം ആവശ്യമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ്. യൂറോപ്യൻ യൂണിയനിൽ തുടരണമെന്ന നിലപാടിൽ മാറ്റമില്ല. എന്നാൽ ജനഹിതം അന്തിമമാണ്. ബ്രെക്സിറ്റ് ഫലം നിലവിലെ സ്ഥിതിയിൽ ഉടൻ മാറ്റം ഉണ്ടാക്കില്ലെന്നും കാമറൺ കൂട്ടിച്ചേർത്തു. I'm very proud and very honoured to have been Prime Minister of this country for 6 years. I believe we've made great steps, and I made clear the referendum was about this and this alone, not the future of any single politician, including myself. ഡൽഹിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി കിട്ടാൻ ബ്രെക്സിറ്റ് മോഡൽ ഹിതപരിശോധന വേണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോകാൻ ബ്രിട്ടൻ നടത്തിയ ഹിതപരിശോധനയുടെ ഫലം പുറത്തുവന്ന സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ അഭിപ്രായ പ്രകടനം. ഡൽഹി പൂർണ്ണാധികാരമുള്ള സംസ്ഥാനമായി മാറുന്നതിന് ബ്രിട്ടൻ നടത്തിയതുപോലൊരു ഹിതപരിശോധന ഉടൻ ഡൽഹിയിലും നടത്തണമെന്ന് അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ കുറിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരമേറ്റ ശേഷം സ്വതന്ത്ര സംസ്ഥാന പദവി വേണമെന്ന് ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. പോലീസ്, ഭൂമി എന്നിങ്ങനെയുള്ള വകുപ്പുകൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് മെയിൽ പൂർണ്ണ സംസ്ഥാന പദവി സംബന്ധിച്ച് AAP സർക്കാർ ഡൽഹിയിൽ കരട് കൊണ്ടുവന്നിരുന്നു. സോളാർ കേസ് പ്രതി സരിത S. നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഹർജി നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് B. കമാൽ പാഷ ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതി വിധികളുടെ ലംഘനമാണ് വിജിലൻസ് കോടതി ഉത്തരവെന്നും ഇത് തിടുക്കത്തിലായിപ്പോയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പോസ്റ്റ് ഓഫീസിന്റെ ചുമതലയല്ല വിജിലൻസ് നിർവഹിക്കേണ്ടത്. ത്വരിത പരിശോധന നടത്തിയ ശേഷം അന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു.
എന്നാൽ അതുണ്ടായില്ല. ആരോപണമുന്നയിച്ച സരിതയ്ക്ക് കോടതിയെ സമീപിക്കാമായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. സരിത സോളാർ കമ്മീഷന് മുമ്പാകെയാണ് മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയിൽ സോളാർ കമ്മീഷനാണ് കേസെടുക്കാൻ ഉത്തരവിടേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇനി റമദാൻ സ്പെഷ്യലിൽ റമദാനിലെ ഭക്ഷണരീതിയെക്കുറിച്ച് ഡോക്ടർ BM മുഹ്സിൻ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നോമ്പുകാരന്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? പലപ്പോഴും നാം കണ്ടിട്ടുള്ളത് പകൽ സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട 12, 13, 14 മണിക്കൂറുകൾ നോമ്പെടുത്ത് ക്ഷീണിച്ച് നോമ്പ് തുറക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകൾ പകൽ സഹിച്ച പീഡനങ്ങൾക്കൊക്കെയുള്ള ഒരു പകരം വീട്ടലാണ് എന്ന രീതിയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അതിശക്തമായ രീതിയിൽ മുമ്പിൽ കിട്ടുന്നതെല്ലാം സാധാരണ ഒരാൾ തമാശക്ക് പറയാറുള്ളത് പോലെ റെയിൽവേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ബസ്സും കാറും ലോറിയും ബൈക്കും എല്ലാ വാഹനങ്ങളും പോകുന്നത് പോലെ മുമ്പിൽ കിട്ടുന്ന എല്ലാം വാരി വലിച്ച് വിഴുങ്ങി നേരത്തെ സഹിച്ച ത്യാഗത്തിന് പകൽ അനുഭവിച്ച വിഷമങ്ങൾക്ക് പകരം വീട്ടുന്ന തരത്തിലാണ് പലരും നോമ്പിന് ശേഷമുള്ള നോമ്പ് തുറന്നും അതിനുശേഷവുമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാറുള്ളത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ മതം എങ്ങനെയാണ് ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത്, പ്രത്യേകിച്ചും റമദാനിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ചില സങ്കല്പങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാംസം എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 തവണയോ ഒക്കെ കഴിക്കുന്ന ആളുകൾ പോലും വിശുദ്ധമായ റമദാൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മാംസം കഴിക്കുകയും അങ്ങനെ റമദാനിന് മുമ്പ് 68 കിലോ ഉള്ള ആളുകൾ റമദാൻ കഴിയുമ്പോഴത്തേക്കും 75ഉം 78ഉം കിലോയിലേക്ക് മാറുന്ന, ഇതെന്തോ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാസമാണ്, പകൽ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും രാത്രി കഴിച്ച് തീർക്കണം എന്നുള്ള ഒരു രീതിയിലാണ് പലരും ഈ റമദാനിനെ കാണുന്നത്. അതേപോലെ തന്നെ റമദാൻ സ്പെഷ്യൽ ഭക്ഷണങ്ങൾ ഓരോ നാടുകളിലും ചെന്നു കഴിഞ്ഞാൽ ഇറച്ചിപ്പത്തിൽ, അതുപോലെ തന്നെ കോഴിപ്പത്തിൽ, അങ്ങനെ വ്യത്യസ്തമായ പല പേരുകളും ഇട്ടുകൊണ്ട് വ്യത്യസ്തമായ റമദാൻ സ്പെഷ്യൽ വിഭവങ്ങൾ. സത്യം പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ ആരാധനകളാണ് ഉണ്ടാവേണ്ടത്, റമദാൻ സ്പെഷ്യൽ ഭക്ഷണങ്ങളല്ല. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറയുന്നത് റമദാൻ സ്പെഷ്യൽ ഒരു മനുഷ്യന്റെ 11 മാസം അവൻ ചെയ്ത എല്ലാ ദോഷങ്ങളും കഴുകിക്കളയാനുള്ള ഇന്റേണൽ പ്യൂരിഫിക്കേഷന്റെ തസ്കിയത്ത് നടക്കേണ്ട ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ എന്നാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് ഇത് മാറുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ റമദാൻ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അത് നമുക്ക് കിട്ടാതെ പോകുന്നു. പൊരിക്കടികളും എണ്ണക്കടികളും പൊരിച്ച സാധനങ്ങളും എല്ലാം കൂടെ നമ്മുടെ മേശയിൽ നിരന്നിരിക്കുന്നതുകൊണ്ട് അതിനുശേഷം നോമ്പ് തുറന്നതിന് ശേഷം അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ഇബാദത്തുകൾ എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തവണ പറഞ്ഞു, മാംസത്തിനൊരു ലഹരിയുണ്ട്, ആ ലഹരി ഒരിക്കലും ഒരു മുസ്ലിമിനെ പിടികൂടാൻ പാടില്ല. ശരിയാണത്, മാംസത്തിന് പ്രത്യേകമായ ലഹരിയുണ്ട്. അത് വീണ്ടും വീണ്ടും കഴിച്ച് അത് മതിയാക്കാൻ പോലും കഴിയാതെ വീണ്ടും വീണ്ടും അതിന്റെ അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നു നാം. അതുകൊണ്ട് ഭക്ഷണത്തിൽ മിതമായ രീതിയിലാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്. വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് ദഹിക്കുവാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് നോമ്പ് തുറന്നതിന് ശേഷവും മറ്റുള്ള സമയങ്ങളിലൊക്കെ തന്നെ നാം കഴിക്കേണ്ടത്. ഒരു മുസ്ലിം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഇസ്ലാം അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ. ഞങ്ങളൊരു സമൂഹമാണ്, വിശന്നാലല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല. ഇനി ഭക്ഷണം കഴിച്ചാൽ വൈദാ അക്കൽന മാ ശബിഅന, വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ നിർത്തിപ്പോകുന്നവരാണ് നമ്മൾ. പലപ്പോഴും വിശുദ്ധമായ റമദാനിൽ ദഹനക്കേട് സംഭവിക്കുന്നു. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അടക്കമുള്ള മലബന്ധം അടക്കമുള്ള ദഹന പ്രക്രിയ തകരാറിലായത് കാരണം മലബന്ധം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാസമല്ല. നോമ്പെന്ന് പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും അത്താഴത്തിനാണെങ്കിലും ഒക്കെ അത്യാവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയും ആ ഒരു രീതിയിൽ യഥാർത്ഥത്തിൽ എന്താണോ നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ ലക്ഷ്യം കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണ മര്യാദകളിലേക്ക് കൂടുതൽ മാംസങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുകയും അതുപോലെയുള്ള എണ്ണക്കടികളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മേശയിലെ വിഭവങ്ങളിൽ നിന്ന് സാവധാനം മാറ്റി നിർത്തി ഒരു മനുഷ്യന് പെട്ടെന്ന് ദഹിക്കുന്ന അതുപോലെ തന്നെ ഊർജ്ജം ലഭിക്കുന്ന ഇബാദത്തുകൾ എടുക്കാൻ ഊർജ്ജം ലഭിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും പരിപൂർണമായി റമദാനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാന്തപുരം ഉസ്താദിന്റെ റമദാൻ പ്രഭാഷണവും മർക്കസ് ആത്മീയ സമ്മേളനവും ബുധനാഴ്ച. ബദർ നൽകുന്ന പാഠം ആധ്യാത്മികതയും ആത്മധൈര്യവുമെന്ന് സി മുഹമ്മദ് ഫൈസി.
മഞ്ചേശ്വരം മൽഹർ പ്രാർത്ഥനാ സമ്മേളനം നാളെ. സഅദിയ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം നാളെ നടക്കും. ആണവ വിതരണ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ തള്ളി. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന്റെ പുറത്ത്. ഡേവിഡ് കാമറൺ രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബറിൽ പുതിയ പ്രധാനമന്ത്രി. ഡൽഹിയിലും ബ്രെക്സിറ്റ് മോഡൽ ഹിതപരിശോധന വേണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. സോളാർ കേസ് പ്രതി സരിത എസ് നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടനുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.